ഡൽഹിയിൽ നിന്ന് കാനഡയിലേക്കുള്ള സർവീസിന് ഉപയോഗിച്ച എയർക്രാഫ്റ്റ് മാറിയതോടെ വിമാനം തിരിച്ചു വിളിച്ച എയർ ഇന്ത്യ. രാവിലെ 11:30 150-ലേറെ യാത്രക്കാരുമായാണ് എയർ ഇന്ത്യയുടെ AI-185 ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നത്. കാനഡയിലെ വാൻകൂവ് ലക്ഷ്യം വെച്ച് ആരംഭിച്ച യാത്ര 4 മണിക്കൂർ നീണ്ട പറക്കലിന്റെ ഭാഗമായി ചൈനീസ് വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചു. അപ്പോഴാണ് എയർക്രാഫ്റ്റ് മാറിയത് എയർ ഇന്ത്യക്ക് വെല്ലുവിളിയായത്. സാധാരണ ഇത്തരം സർവീസുകൾക്ക് എയർ ഇന്ത്യ ഉപയോഗിക്കുന്ന ബോയിങ് 777-ന്റെ ER-300 എന്ന വിഭാഗത്തിൽപ്പെടുന്ന വിമാനമാണ്. എന്നാൽ ഇത്തവണ സർവീസിന് ഉപയോഗിച്ചതാകട്ടെ ബോയിങ്ങിന്റെ തന്നെ LR-200 വിമാനവും. പിഴവ് ചൂണ്ടിക്കാട്ടിയ എയർ ട്രാഫിക് കൺട്രോൾ എയർക്രാഫ്റ്റിന് വാൻകൂവിൽ ലാൻഡിംഗ് അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കി. സാഹചര്യം പ്രതികൂലമായതോടെ യാത്രക്കാരുമായി വിമാനം പുറപ്പെട്ട ഡൽഹിയിലേക്ക് തന്നെ മടങ്ങി. 1 മണിക്കൂർ പറക്കലിന് 9 ടൺ ഇന്ധനമാണ് ബോയിങ്ങിന് ആവശ്യമായി വരുന്നത്. ഇതിനോടകം തന്നെ 8 മണിക്കൂർ